لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم اضطره إلى عذاب النار وبئس المصير بسم الله الرحمن الرحيم الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. സ്നേഹമുള്ള സഹോദരന്മാരെ, ഇമാം ഖുത്ബയിലൂടെ നമ്മെ ഉണർത്തിയത് അമ്നും അതുപോലെ തന്നെ നിർഭയത്വവും ശാന്തതയും സലാമത്തുമുള്ള ഒരു രാജ്യമായി നമ്മുടെ നാടിനെ അള്ളാഹു മാറ്റിയതിന്, അങ്ങനെ ഒരു രാജ്യത്ത് ജീവിക്കാൻ നമുക്ക് അള്ളാഹു അനുഗ്രഹം നൽകിയതിന് അള്ളാഹുവിന് സ്തുതി അർപ്പിക്കേണ്ട, അവന് തഹ്മീദും തഹ്ലീലും അർപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ. പ്രത്യേകിച്ചും ഹിബ്ബുൽ വത്തനിന്റെ ദേശസ്നേഹത്തിന്റെ നാഷണൽ ഡേ ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ അള്ളാഹു ഒരു മനുഷ്യർക്ക് ഒരു സമൂഹത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് അമ്നിനെയും സലാമത്തിനെയും നമ്മൾ കാണേണ്ടത്. ഖുർആനിലൂടെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടൊരു സംഗതിയാണ് അമ്ന്. സൂറത്ത് ബഖറയിലെ 126-ാമത്തെ സൂക്തത്തിൽ വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ഇജ്അൽ ഹാദാ ബലദൻ ആമിന, ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ പ്രിയതമയായ ഹാജറയെയും പൊന്നോമന പുത്രനായ ഇസ്മായിൽ അലൈഹി സ്വലാമയെയും മക്കയിലാക്കാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഗദ്ഗദ കണ്ഠനായി തിരിച്ചു പോകുമ്പോൾ വളരെ പ്രയാസമേറിയ ഒരു ഭൂമിയിൽ, കരിമ്പാറക്കെട്ടുകൾ നിൽക്കുന്ന ഒരു മണ്ണിൽ വല്ല പക്ഷികളെയോ മൃഗാദികളെയോ മനുഷ്യരെയോ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു ദേശത്ത് അള്ളാഹുവിന്റെ ഒരു തീരുമാനം ആ നാടിനെ നിർഭയത്വവും അതേപോലെ തന്നെ ജനങ്ങൾക്ക് ആരാധിക്കാനുള്ള സ്നേഹത്തിന്റെ കേന്ദ്രവും ഭൂമിയുടെ എല്ലാ ശ്രദ്ധയുമുള്ള ഒരു ഔന്നത്യമുള്ള സ്ഥലവുമാക്കി മാറ്റണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി ആദ്യമായിട്ട് മനുഷ്യവാസമുണ്ടാകുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ഭാര്യയെയും മകനെയും കൂട്ടിയുള്ള വരവോടുകൂടിയാണ്. അവിടെ ആ കഥ നമുക്കറിയാം. ഹാജറ ബീവി സഫാ മറുവക്കടയിൽ പ്രയാസകരമായി വെള്ളത്തിന് വേണ്ടിയുള്ള അന്വേഷണവും അലച്ചിലും അവസാനം അത്യത്ഭുതകരമായിട്ടുള്ള നീരുറവ, അനുഗ്രഹീതമായിട്ടുള്ള ബർക്കത്താക്കപ്പെട്ട സംസം വെള്ളത്തിന്റെ ആ ഉറവജലത്തിന്റെ ഉറവിടം, അതുമുതൽക്ക് അവിടെ ജനവാസ യോഗ്യമായത്. പിന്നീട് അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയും ഇബ്രാഹിം
റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബ അതിന്റെ അസ്തിവാരത്തിൽ നിന്ന് പടുത്തുയർത്തിയ സംഭവം നമുക്കറിയാം. അങ്ങനെ ആ മക്കളെ അവിടെ വിട്ടുപോകുമ്പോൾ ആ ദേശത്തിന് വേണ്ടിയുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥനയാണ് റബ്ബിജ്അൽ വഇദ ഖാല ഇബ്രാഹിം റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന. റബ്ബേ, ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ, അമ്നുള്ള നാടാക്കി മാറ്റണമേ. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, ഈ നാട്ടിലുള്ള ആളുകൾക്ക്, ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് റിസ്ക് നൽകണമേ. മിനസ് സമറാത്ത്, എല്ലാ പഴവർഗ്ഗങ്ങളും. അവിടെ ഒരു വിധത്തിലുള്ള പഴവർഗ്ഗങ്ങൾ ഉണ്ടാകാനുള്ള വിദൂര സാധ്യത പോലുമില്ല. എത്രയോ പുരോഗതി ഉണ്ടായിട്ടും എത്രയോ കാലമായിട്ട് വലിയ ജനസമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഒരു നാടായിട്ട് പോലും ആ നാട്ടിന്റെ ഭൂപ്രകൃതിയെ പാടെ മാറ്റാനോ അല്ലെങ്കിൽ അവിടെ ഒരു ഫലഭൂയിഷ്ടമായിട്ടുള്ള ആഹാരങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, സാധിക്കുകയുമില്ല. ആ തരത്തിലുള്ള കടുത്ത പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇന്നും മക്ക. എന്നാൽ ആ മക്കയിലുള്ള ആളുകൾക്ക് നിർഭയത്വവും അതേപോലെ തന്നെ ലോകത്തിന്റെ ഏതു ഭാഗത്തും ഉണ്ടാക്കുന്ന പഴവർഗ്ഗങ്ങൾ, സമറാത്തുകൾ, ഫവാക്കിഹുകൾ, ധാന്യങ്ങൾ ഒക്കെ അവിടേക്ക് എത്താനുള്ള വഴി അള്ളാഹു നിശ്ചയിച്ചു. ആ നാട്ടിൽ കഅബ പണിതോടുകൂടി ലോകത്തിന്റെ തന്നെ കേന്ദ്രമായിട്ട് ആ നാടിനെ മാറ്റാൻ അള്ളാഹുവിനെ സഹായിച്ചു. അതാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീറങ്ങുന്ന ഘട്ടത്തിൽ ഖുറൈശികൾ രൂക്ഷമായ എതിർപ്പുമായിട്ട് രംഗത്ത് വരുമ്പോൾ അവരോട് അള്ളാഹു ഒരു വലിയ അനുഗ്രഹമായിട്ട് എടുത്തു പറഞ്ഞ ഇമാം ഖുതുബയിൽ സൂചിപ്പിച്ചു. ഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്വൈഫ് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്. ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി യമനിലേക്കും ഷാമിലേക്കും യാത്ര ചെയ്യാൻ വേണ്ടി, അങ്ങനെ യാത്രയിലൂടെ, കച്ചവട യാത്രയിലൂടെ അവർക്ക് സമ്പാദിക്കാനും അവിടെയുള്ള വിഭവങ്ങൾ മക്കയിലേക്ക് എത്തിക്കാനും വേണ്ടി അവർക്കൊരു അമ്നുള്ള നാടാക്കി ഈ നാടിനെ അള്ളാഹു മാറ്റിയില്ലേ. ഖുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കിയില്ലേ, സമാധാനത്തിന്റെ ഇണക്കത്തിന്റെ മാർഗം ആ ഖുറൈശികൾക്കിടയിൽ അള്ളാഹു ഉണ്ടാക്കി കൊടുത്തില്ലേ. ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്വൈഫ്, ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രകൾ, വടക്കോട്ടും തെക്കോട്ടുമുള്ള യാത്രകൾക്കിടയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും ശ്യാമിലേക്കും യമനിലേക്കും യാത്ര ചെയ്തുകൊണ്ട് അവർക്ക് നിർഭയമായിട്ട് കടന്നു പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഖുറൈശികളുടെ നാട്ടിൽ കഅബയുള്ളത് കൊണ്ട് ആ നാട്ടിൽ നിന്ന് വരുന്ന കച്ചവട സംഘത്തെ ഏതെങ്കിലും രൂപത്തിൽ പീഡിപ്പിക്കാനോ പ്രയാസപ്പെടുത്താനോ ആക്രമിക്കാനോ ആ കാലത്ത് ആരും തയ്യാറായിരുന്നില്ല. അവർക്കൊരു സ്ഥാനമുണ്ടായിരുന്നു, മാനമുണ്ടായിരുന്നു വിദൂര നാടുകളിൽ പോലും. അതിനെ അള്ളാഹു എടുത്തു പറയുന്നു. അതിന്റെ കാരണം ഈ ഭവനം ഇവിടെ ഉണ്ടായി എന്നതാണ്. ഫൽയഅബ്ദു, അതുകൊണ്ട് അവർ ആരാധിച്ചു കൊള്ളട്ടെ റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ നാഥനെ, ഈ ഭവനത്തിന്റെ രക്ഷകനെ, റബ്ബിനെ അവരെ ആരാധിച്ചു കൊള്ളട്ടെ. ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, അവരാണ് അവർക്ക് അത്അമഹും മിൻ ജൂഅ്, വിശപ്പിന് ഭക്ഷണം നൽകിയതും, വആമനഹും മിൻ ഖൗഫ്, ഭയത്തിന് ശേഷം നിർഭയത്വം നൽകിയതും. മറ്റുള്ള സമൂഹങ്ങൾക്കൊക്കെ അക്കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വിജനമായ മരുഭൂ പ്രദേശത്തിലൂടെ കച്ചവട സംഘങ്ങളുമായിട്ട് കടന്നു പോകുമ്പോൾ പതിയിൽ നിന്ന് ആക്രമിക്കുന്ന, അതേപോലെ തന്നെ കച്ചവട ചരക്കുകൾ പിടിച്ചെടുക്കുന്ന പല സംഘങ്ങളെയും ഭയപ്പെടേണ്ടിയുണ്ടായിരുന്നു. പക്ഷേ ഖുറൈശികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇത് മക്കക്കാരാണെന്നറിഞ്ഞാൽ, ഖുറൈശികളാണെന്നറിഞ്ഞാൽ ഏതു ഭാഗത്തുള്ള ആളുകളും അവരെ വെറുതെ വിടുകയും അവർക്ക് നിർഭയത്വത്തോടു കൂടി സഞ്ചരിക്കാനുള്ള അവസരം സംജാതമാവുകയും ചെയ്യുന്നു. അതിന്റെ കാരണം അള്ളാഹുവിന്റെ ഭവനം അവിടെ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് നൽകിയില്ലേ എന്ന് എടുത്തു ചോദിക്കുന്ന സൂക്തമാണ്, സൂറത്താണ് സൂറത്ത് ഖുറൈശ്. അതും ഇവിടെ പറഞ്ഞത് ഇബ്രാഹിം നബിയുടെ ആ പ്രാർത്ഥന അത് സാർത്ഥകമായി, അത് ഫലിച്ചു. അങ്ങനെ ഇബ്രാഹിം നബി എന്റെ കുടുംബത്തിലുള്ള എന്റെ ആളുകൾക്ക് നിർഭയത്വവും ഭക്ഷണവും നൽകണമേ എന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന പിൽക്കാലത്ത് അള്ളാഹു അത് സഫലീകരിച്ചു എന്ന് എടുത്തു പറയാനാണ് ഈ സൂറത്ത് ഖുറൈശിലൂടെ അള്ളാഹു മക്കക്കാരെ ഇത് ഓർമ്മിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന, ഈ നാട്ടിലുള്ള ആളുകളെ, വരാൻ പോകുന്ന തലമുറകളെ നീ നിർഭയത്വത്തോടുകൂടി പേടിയില്ലാത്ത അവസ്ഥയിൽ ജീവിക്കാൻ അനുവദിക്കണമേ. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി, അവർക്ക് വിവിധങ്ങളായിട്ടുള്ള പഴവർഗ്ഗങ്ങളും ഭക്ഷണ സാധനങ്ങളും അവർക്ക് എത്തിക്കണമേ എന്നാണ്. അവിടെ ഇബ്രാഹിം നബിയോട് അങ്ങനെ ഇബ്രാഹിം നബി പറഞ്ഞപ്പോൾ അള്ളാഹു തന്നെ ഒരു തിരുത്തു, അല്ലെങ്കിൽ അള്ളാഹു ഒരു പൂർത്തീകരണം നൽകി. എന്റെ ഈ ആളുകൾക്കിടയിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്നാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് നീ നിർഭയത്വം നൽകണമേ, അവർക്ക് നീ ആഹാരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു കൂട്ടിച്ചേർത്തു
ഇല്ല, അവരിലെ കാഫിരീങ്ങളാണെങ്കിൽ പോലും, നിഷേധികളാണെങ്കിൽ പോലും അല്പകാലത്തെ നശ്വരമായ ജീവിതത്തിലെ മത്താഉകൾ, വിഭവങ്ങൾ അവർക്കും നൽകും. പിന്നെ അവരെ വേദനാജനകമായ നരകത്തിലേക്ക് അവർക്ക് വഴി കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, കാഫിരീങ്ങളാണെങ്കിൽ പോലും ആ മക്കയിലെ ആ നാട്ടിലെ ആളുകൾക്ക് നിർഭയത്വവും ഭക്ഷണവും നൽകുമെന്ന് അള്ളാഹു ഇബ്രാഹിം നബിയോട് തന്നെ കൂട്ടിച്ചേർത്തു. അതിന്റെ പരിണിത ഫലമായിരുന്നു ഖുറൈശികൾ വിഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് ആ മക്കയിലെ കഅബയിൽ പോലും വിഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് പൂജിച്ചപ്പോഴും, ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയപ്പോഴും, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുതെന്ന് പഠിപ്പിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കടന്നുപോയ സമൂഹത്തിൽ ആ ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും ഹാജിമാർക്ക് വെള്ളം കൊടുത്തിരുന്ന ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും കുബിലിനോടുമൊക്കെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ട് പോലും അതിനവർക്ക് ന്യായീകരണം ഉണ്ടായിരുന്നു. ആരത് എടുത്തു പറയുന്നു സൂറത്ത് സുമറിലെ 3-ാമത്തെ സൂക്തത്തിൽ, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഹുബിലിനെയും ഒക്കെ അവരോട് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവരൊന്നും അള്ളാഹു ആണെന്നത് കൊണ്ടല്ല, അവരൊന്നും ദൈവമാണെന്ന് സങ്കല്പിച്ചുകൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനുള്ള ആളുകളാണ് അവർ. അള്ളാഹുവിലേക്ക് പാപികളായ ദോഷികളായ നമ്മൾ നേരിട്ട് എങ്ങനെ അടുക്കുമെന്നായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെ വാദം. നമ്മളൊക്കെ പാപികളാണ്, കള്ളുകുടിക്കുന്ന, അതേപോലെ തന്നെ വ്യഭിചരിക്കുന്ന, ധാരാളം തെറ്റ് ചെയ്യുന്ന ആളുകളാണ്, നമ്മളെങ്ങനെയാണ് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക? അതുകൊണ്ട് ഞങ്ങൾ ഇവർക്ക് ആരാധന അർപ്പിക്കുന്നത്, ഞങ്ങൾ ഇവരോട് തേടുന്നത്, ഞങ്ങൾ ഇവരോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമല്ല. എവിടേക്ക്? ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്. സുൽഫ, അവരൊക്കെ അടുത്തവരായതുകൊണ്ട്, അള്ളാഹു അടുത്ത ആളുകൾ മുഖേന, ഒരു ശുപാർശകൻ മുഖേന. ഇന്നും നമ്മുടെ നാട്ടിലെ ഹൈന്ദവരായ ക്രൈസ്തവരായ ആളുകളോട് ചോദിച്ചാൽ അവരും പറയും, ഒരു പടച്ച തമ്പുരാൻ, ഒരു ഒടയ തമ്പുരാൻ, ഒരു കർത്താവുണ്ട്. പക്ഷെ ആ കർത്താവിലേക്ക്, ആ പടച്ചവനിലേക്ക്, ആ ഒടയ തമ്പുരാനിലേക്ക്, ആ ദൈവം തമ്പുരാനിലേക്ക്, ആ സർവേശ്വരനിലേക്ക് നമ്മളെ അടുപ്പിക്കുവാൻ, അതിനുവേണ്ടിയാണ് ഈ ദേവീദേവന്മാർക്ക് പൂജകൾ അർപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ പുരുഷന്മാരെ മഹാന്മാരായ മഹത്തുക്കളായ എന്നവർ അവകാശപ്പെടുന്ന ആളുകളെ അവർ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നത്. അവരുടെ പ്രതീകങ്ങൾക്ക് മുൻപിൽ, അവരുടെ പ്രതിമകൾക്ക് മുൻപിൽ അവർ സാഷ്ടാംഗം പ്രണമിക്കുന്നത് എന്നായിരിക്കും ഇക്കാലഘട്ടത്തിലെയും മുശ്രിക്കുകളുടെ വാദം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളിൽ നിന്നും അള്ളാഹു ആ കഅബാലയത്തെ സംരക്ഷിക്കുകയും അവിടെ അമ്നും നിർഭയത്വവും നൽകുകയും അവിടെ ഈമാൻ കളിയാടുകയും ചെയ്ത സന്ദർഭം. അതിനുശേഷമുള്ള ഒരു സംഗതിയാണ് ഇമാം പറഞ്ഞത്, പിന്നീട് ഖുതുബയിൽ വിശദീകരിച്ചത്. സൂറത്ത് അൻആമിലെ 82-ാമത്തെ വചനം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, അവരാവട്ടെ സത്യവിശ്വാസികൾ. അതിനു മുൻപ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയോട് തന്നെ ജനങ്ങളുമായിട്ടുള്ള സംവാദം, ആളുകളുമായിട്ട് നമ്രൂദുമായിട്ടൊക്കെയുള്ള സംവാദം വിശദീകരിച്ചു വരുന്ന ആ ഭാഗത്താണ് വകൈഫ അഖാഫു മാ അശ്റക്തും വലാ തഖാഫൂന അന്നകും അശ്റക്തും. വകൈഫ അഖാഫു മാ അശ്റക്തും, നിങ്ങൾ ഈ പങ്കു ചേർക്കുന്ന, നിങ്ങൾ ഈ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ ഞാൻ എങ്ങനെയാണ് പേടിക്കുക? വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിന് ഒരിക്കലും ഞാൻ ഭയപ്പെടുന്നില്ല. മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന, അവയ്ക്കൊന്നും ഒരു അധികാരവും അല്ലാഹു നൽകിയിട്ടില്ല, കൊടുത്തിട്ടില്ല. നിങ്ങൾക്കറിയുന്നുവെങ്കിൽ നിങ്ങൾ പറയും, ആരാണ് നിർഭയത്വത്തിന് ഏറ്റവും വലിയ അവകാശി? അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവനാണോ, അതോ ഈ സകല ബിംബങ്ങളെയും സകല കേന്ദ്രങ്ങളെയും ഭയപ്പെടുന്നവരാണോ? അവിടെ പോയാൽ പേടി, ഇവിടെ പോയാൽ പേടി, നീ ഒന്ന് അവിടെ പോയി നോക്കൂ, നീ ഇങ്ങോട്ട് പോയി നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലയിടത്തേക്കും തിരിച്ചുവിടുന്ന, അള്ളാഹുവിൽ നിന്നുള്ള പിടുത്തമിട്ട ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നിടത്തേക്ക് പോകുന്നവരാണോ? അതല്ല, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അള്ളാഹു മതി, തവക്കുലാക്കാൻ, ഭരമേൽപ്പിക്കാൻ, ഞങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയുന്ന, ഞങ്ങളുടെ ഭാവി അറിയുന്ന, ഭൂതമറിയുന്ന, വർത്തമാനകാലത്ത് എന്ത് സംഭവിക്കുമെന്നറിയുന്ന, ഞങ്ങളുടെ മനസ്സിന്റെ വസ്വാസുകൾ വരെ അറിയുന്ന ഞങ്ങളുടെ സൃഷ്ടാവായ ആ റബ്ബ് മതി. ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, തവക്കുലാക്കാൻ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അവൻ മതി എന്ന് വിശ്വസിക്കുന്ന, ഈമാനുള്ള, നിർഭയത്വമുള്ള അവനാണോ ഈ അമ്നിന് ഏറ്റവും അവകാശി എന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ചോദ്യം. എന്നിട്ടാണ് അല്ലാഹു പറയുന്നത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും. അല്ലദീന ആമനു, അവർ ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുകയും
വലം യൽബിസു ഈമാനഹും അവരുടെ വിശ്വാസത്തോട് പിന്നീട് യാതൊന്നും കളങ്കം ചേർക്കാതിരിക്കുകയും ചെയ്യുക ബിദുൽമിൻ അക്രമം കൊണ്ട്. ഇവിടെ മുഫസ്സിരീങ്ങൾ ദുൽമ് എന്നതിന് അർത്ഥം കൊടുത്തത് ശിർക്ക് എന്നാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചതിനു ശേഷം ആ വിശ്വാസത്തിൽ ചേർക്കുന്ന മായം, ആ വിശ്വാസത്തിൽ ചേർക്കുന്ന കളങ്കം, അത് ഏറ്റവും വലിയ മഹാപാതകമായിട്ടുള്ള ശിർക്കാണ്. അള്ളാഹുവിനുള്ള ഏതെങ്കിലും ഗുണം മറ്റാർക്കെങ്കിലും നൽകുക, അള്ളാഹുവിനുള്ള ഏതെങ്കിലും വിശേഷണം മറ്റാർക്കെങ്കിലും നൽകുക, അള്ളാഹുവിനുള്ള ഏതെങ്കിലും കഴിവ് മറ്റാർക്കെങ്കിലും നൽകുക, അള്ളാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ മറ്റാർക്കെങ്കിലും പങ്കു നൽകുക എന്നതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. അതാണ് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത, ഒരിക്കലും അവൻ പൊറുക്കാത്ത മഹാപാവമായിട്ട് ഏറ്റവും വലിയ പാപങ്ങൾ എണ്ണിയപ്പോഴും ഖുർആൻ എണ്ണി പറഞ്ഞപ്പോഴും ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ പാതകം ശിർക്കാണെന്ന് അള്ളാഹു പറഞ്ഞു വെച്ചത്. ആ ശിർക്ക് വിശ്വാസവുമായിട്ട് ഒരിക്കലും കൂട്ടിച്ചേർക്കാതെ ആ ശിർക്ക് വരുന്നതിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവരാണ് അമ്നുള്ളവർ, നിർഭയത്വം. നമുക്കറിയാം ഈ നാടിന് അള്ളാഹു നിർഭയത്വം നൽകിയിരിക്കുന്നു. മറ്റു പല കേന്ദ്രങ്ങളിലും മറ്റു പല നാടുകളിലും വളരെ പ്രയാസകരമായ അവസ്ഥ വരുമ്പോഴും ഇവിടെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു പ്രതിഷ്ഠയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഒരു ശക്തിയെ പൂജിക്കുന്ന, അവരോട് തേടുന്ന ഒരവസ്ഥ ഈ നാട്ടിൽ പ്രത്യക്ഷമായിട്ട് ഈ നാട്ടുകാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അള്ളാഹു ഇവർക്ക് അമ്നും സമാധാനവും നൽകിയിരിക്കുന്നു. ആ സമാധാനം നിലനിർത്തുവാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മൾ കൂടി ബാധ്യസ്ഥരാണ്. നമ്മുടെ പറന്ന നാട്ടിൽ നമുക്ക് അധ്വാനത്തിന് ജോലിക്ക് കൂലി കിട്ടാതെയാണ് നമ്മിൽ പലരും അധ്വാനത്തിന് അർഹമായിട്ടുള്ള പ്രതിഫലം കിട്ടാൻ വേണ്ടി പല സ്വപ്നങ്ങളും മുൻപിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ നാടിലേക്ക് വണ്ടി കയറിയത് അല്ലെങ്കിൽ വിമാനം കയറിയത്. അങ്ങനെ ഇവിടെ എത്തി മാന്യമായിട്ടുള്ള ജോലി പലരും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കുള്ളതിനേക്കാൾ ആളുകൾക്ക് മാന്യതയും അതേപോലെ തന്നെ അംഗീകാരവും ഈ നാട്ടിൽ നിന്നും ഈ നാട്ടുകാർ നൽകുന്നു. നമുക്കറിയാം നമ്മുടെ തൊട്ടയൽവാസികളായ തമിഴന്മാർ വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് പണിക്ക് വന്നാൽ അണ്ണാച്ചികൾ എന്ന് വിളിച്ചുകൊണ്ട്, അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് വിളിച്ചുകൊണ്ട് അവർക്ക് നമ്മുടെ നാട്ടുകാർ നൽകുന്ന അസഹിഷ്ണുതയെ കുറിച്ച് നമുക്കറിയാം, അവരോട് നിൽക്കുന്ന നിലപാടുകൾ നമുക്കറിയാം. അവർക്കുള്ള താമസ സൗകര്യങ്ങളും അവർക്കുള്ള സുഖ സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും നമ്മുടെ ഒരേ രാജ്യത്ത് ജീവിക്കുന്ന അടുത്തടുത്ത ബൗണ്ടറികളിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിയെടുക്കുന്ന ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്ഥാനവും മാനവും നമുക്കറിയാം. എന്നാൽ അതിനേക്കാൾ അന്തസ്സായിട്ട് നമ്മെ സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് വിളിച്ച് ഉമ്മയുമായിട്ട് സംസാരിക്കുമ്പോൾ വീട് പെയിന്റ് അടിക്കുന്നത് കരാറ് കൊടുക്കാൻ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ ഇത്രയാണ് കോണ്ടാക്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വേറെ ആരോടെങ്കിലും അന്വേഷിച്ചു നോക്കിയപ്പോൾ വിട്ടുള്ള അകലെയുള്ള ആളുകൾക്ക് അവർ കുറച്ചു തന്നാലും അവർക്ക് കൊടുക്കാൻ കഴിയില്ല, വീട് അങ്ങനെ വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റുമോ എന്ന് ചോദിക്കുന്ന ആ അവസ്ഥ, അമ്നില്ലാത്ത നിർഭയത്വമില്ലാത്തൊരവസ്ഥ നമ്മുടെ നാടുകളിലുണ്ട്. നമ്മുടെ കൊച്ചു പെൺകുട്ടികൾക്ക് പോലും നിർഭയമായിട്ട് നമ്മുടെ നാടുകളിലൂടെ പാതിരാത്രിക്കോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ വേണ്ട പച്ച പകല് പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ പലപ്പോഴും നമ്മുടെ നാടുകളിലുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ നമുക്ക് അമ്ന് കിട്ടുന്ന ഈ നാടിന് വേണ്ടി, അതിന്റെ യശസ്സിന് വേണ്ടി, അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അതിന്റെ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അവിടെ നമ്മൾ നമ്മുടെ നാട് നമ്മുടെ ജന്മനാടിനെ നമ്മൾ സ്നേഹിക്കണം. അതേപോലെ തന്നെ നമുക്ക് അന്നം നൽകുന്ന, നമുക്ക് ആഹാരം നൽകുന്ന, നമ്മുടെ പല സ്വപ്നങ്ങൾക്കും നിറം ചാർത്തുന്ന, നമ്മുടെ പല കാര്യങ്ങൾക്കും വേഗത കൂട്ടുന്ന, നമ്മൾ അധ്വാനങ്ങൾക്ക് കൂടുതൽ ഫലം നൽകുന്ന ഈ നാടും ഇതുപോലെ നിലനിൽക്കാനും ഇവിടെ കൂടുതൽ ഐശ്വര്യം ഉണ്ടാകാനും നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണം. അത് നമ്മുടെ ഈ നാടിനോടുള്ള സ്നേഹമാണ്, ഈ നാടിനോടുള്ള നമ്മുടെ ഹബ്ബാണ്. നമുക്ക് തിരിച്ചു നൽകാൻ അത് മാത്രമാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ആളുകളെക്കാൾ ആളുകളെ വിശ്വസിക്കുന്നവരാണ് ഈ കൂട്ടർ. ജാതി നോക്കാതെ, മതം നോക്കാതെ നമ്മുടെ നാട്ടിലൊരു ജോലി കിട്ടണമെങ്കിൽ അവിടെ ജാതിയും ഉപജാതിയും അതിന്റെ താഴെയുള്ള കീഴ് പോസ്റ്റുകളിൽ അല്ലെങ്കിൽ കീഴ്കാസ്റ്റുകളിൽ ടിക്ക് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. പലതരത്തിലുള്ള ചുവപ്പ് നാടകളും പലതരത്തിലുള്ള തടയലുകളും തടസ്സങ്ങളും അവിടെ ഉയർത്തുന്നുവെങ്കിൽ ഈ നാട്ടുകാർ ആളുകളുടെ ജാതി നോക്കുന്നില്ല. ഇവിടെ എവിടെയും ഒരു സർട്ടിഫിക്കറ്റിൽ മതമോ ജാതിയോ ഉപജാതിയോ ചോദിക്കുന്നില്ല. അങ്ങനെ വിശാലമായ മനസ്സോടുകൂടി ആരെയും സ്വാഗതം ചെയ്യുന്ന ആളുകൾ, ഒട്ടുമിക്ക ആളുകളും അവരുടെ പ്രധാനപ്പെട്ട അവരുടെ ഏറ്റവും അടുത്ത പോസ്റ്റുകളിൽ പോലും അവരുടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള നമ്മുടെയൊക്കെ നാട്ടിൽ അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന അന്യമതസ്ഥരായ ആളുകളെ അവർ നിശ്ചയിക്കുന്നു. അവരുടെ മനസ്സിന്റെ വിശാലതയും അവരുടെ സമാധാനത്തിന്റെ ആ ഒരു ബഹിസ്ഫുരണവുമായിട്ടാണ് നമ്മളത് കാണുന്നത്. അങ്ങനെ ജീവിക്കുന്ന, അങ്ങനെ നമുക്ക് എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു നാട്ടുകാരോട് അവരിൽ ഏതെങ്കിലും ആളുകൾ, ഒന്നോ രണ്ടോ ആളുകൾ, അല്പം ചില ആളുകൾ എന്തെങ്കിലും നമ്മോട് മര്യാദകേട് കാണിച്ചാൽ
എടുത്താൽ പോലും അതിനേക്കാൾ കൂടുതൽ പെർസെന്റേജ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇവിടെ ജോലിക്ക് വന്ന് പരസ്പരം കാണിക്കുന്നുണ്ട് എന്ന ആ ധാരണയോടുകൂടി, അഥവാ മലയാളിക്ക് പാരവെക്കുന്നതും മലയാളികളോട് ചെയ്യുന്ന ക്രൂരതയും അത് മുൻനിർത്തിയാൽ അതിനേക്കാൾ ഒട്ടും കൂടുതലല്ല ഈ നാട്ടിലെ ഏതെങ്കിലും ആളുകൾ അങ്ങനെ വല്ലവർക്കും ദുരനുഭവം ഉണ്ടെങ്കിൽ പോലും എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടി, ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി, ഈ നാട്ടിലെ വ്യവസ്ഥയോട് അത് സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി, അമ്ന് നിലനിർത്താൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുകൂടിയാണ് ഈ ഇമാമിന്റെ ഖുത്ബയുടെ സാരം. നമ്മളത് ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. നമ്മിൽ നിന്നും കഴിഞ്ഞുപോയ ഇന്നലകളിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും മഹാപാപങ്ങളും അള്ളാഹു വിട്ടുകൊടുത്ത് പരിഹരിച്ച് മാപ്പായി പെരുമാറാകട്ടെ. ഇവിടെ ഒരു സുഹൃത്ത്, ഒരു വയസ്സായ ഒരു കുട്ടി രക്താർബുദം ബാധിച്ചുകൊണ്ട് ജീവനും മരണത്തിനുമിടയിൽ പ്രയാസകരമായിട്ടുള്ള അവസ്ഥയിൽ കഴിയുന്ന കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എപ്പോഴാണ് മാരകമായ സുഖങ്ങൾ ആർക്കാണ് എപ്പോഴാണ് വരിക എന്ന്. ഈ ഇരിക്കുന്ന നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾക്ക് എന്തൊക്കെ കേടുപാടുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതെല്ലാം രോഗങ്ങളാണ് കൂടുകൂട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കാർക്കും അറിയില്ല. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ കുട്ടിക്ക് അള്ളാഹു ഏറ്റവും സുഖകരമായ അവസ്ഥയിലേക്ക് ആ കുട്ടിക്ക് പ്രയാസങ്ങൾ നീക്കിക്കൊണ്ടുള്ള സുഖത്തിലേക്ക് അള്ളാഹു വഴി കാണിക്കട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. ആത്മായി പ്രാർത്ഥിക്കുകയാണ്. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും സ്നേഹജനങ്ങൾക്കും ഗുരുനാഥന്മാർക്കും അള്ളാഹു പുറത്ത് പരിഹരിച്ച് മാപ്പായി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും കടം കൊണ്ടും രോഗം കൊണ്ടും കഷ്ടപ്പെട്ട സഹോദരി സഹോദരന്മാർ അവരുടെ രോഗമെല്ലാം ശിഫയാക്കി കടമെല്ലാം വീട്ടി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ലതായ സ്വാലിഹായ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്ന സഹോദരന്മാർ അവരുടെ സ്വാലിഹായ മുറാദുകൾ ഹാസിലാക്കാൻ അള്ളാഹു അനുഗ്രഹവും അവസരവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന അമ്ന് ലഭിക്കാതെ ഭയത്തിൽ കഴിഞ്ഞുകൂടുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു ഇസ്സത്തും ഈമാനും വിജയവും അമ്നും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تؤاخذنا ان نسينا او اخطانا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا وعلى آله وأصحابه أجمعين. ഒരു സഹോദരന്റെ പിതാവ് മരണപ്പെട്ട